Hi dears, it's me Nandana. Welcome to my channel. ഇവിടെ അടുത്തുള്ള ഒരു ഫാമിക്കാട്ടോ ഞങ്ങൾ പോണത്. ഏട്ടൻ്റെ ഒരു പഴയ കഫീലിൻ്റെ ഫാമാണത്. അപ്പോൾ അവർ ഈവനിങ് സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ എന്നാൽ നിങ്ങളും കൂടി വന്നോടെ അവിടെ ഒന്ന് കണ്ടൂടെ പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങനെ അവരുടെ കൂടെ പോകുന്നതാണ് കേട്ടോ. ഇവിടെ ഈത്തപ്പഴമരവും മാവും നാരങ്ങയും ഇത് മൂന്നെണ്ണം ഞാൻ കൂടുതൽ കണ്ടത്. പിന്നെ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഏരിയ ആണിത്. പിന്നെ അവർ ഫുഡ് ഇപ്പോഴും കഴിക്കുക നിലത്ത് ആ ഫർസ് വിരിച്ചിട്ടല്ലേ കഴിക്കുക. അതേപോലെ ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ ചെറിയ തൈകളൊക്കെ നാരങ്ങ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ നാരങ്ങയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിങ്ങനെ സ്മെല്ല് ചെയ്യണ സ്വഭാവമുണ്ട്. എനിക്ക് ഈ സ്മെല്ലുള്ള നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ ഇല പൊട്ടിച്ചിങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ല ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നടക്കാൻ ഭയങ്കര രസമല്ലേ. ഇവർ കണ്ടോ ആരാ നോക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ അതുവരെ വന്നുള്ളൂ, പിന്നെ അടുത്തേക്കൊന്നും വന്നില്ല. ഞാൻ എന്നിട്ട് പുല്ലൊക്കെ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പുല്ലൊക്കെ പൊട്ടിച്ചവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭയങ്കര കാറ്റാട്ടോ, അതുകൊണ്ട് ഞാൻ അത് കുറേ സൗണ്ട് ഓഫ് ചെയ്തു. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ പക്ഷെ കായൊന്നുമില്ല. തെങ്ങൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയും കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ പപ്പായ ഉണ്ട്, ഞങ്ങളുടെ കറുവത്തിൻകായ എന്നൊക്കെ പറയുന്നതിന്. പിന്നെ ബോഗൺവില്ല ഉണ്ട്, 2-3 ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ചെടികളും ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. നല്ല ആഴമുള്ള കിണറാണ്, കാരണം വെള്ളം കിട്ടേണ്ടിരുന്നു. ഇത് മറ്റേ മൈലാഞ്ചി ചെടിയാണ്. ഇവിടെ ഉണങ്ങിയ മരത്തിലൊക്കെ നിറച്ച് കിളിക്കൂടാണ്. അതിങ്ങനെ കാറ്റടിക്കുമ്പോഴൊക്കെ കുറേ നിലത്ത് കൂടെ വീണും കിടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇനിയും നടാനുള്ള തൈകളൊക്കെ കൊടുന്നിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നാരങ്ങയുടെ തന്നെയാണ്. അവിടെ വലിയൊരു മുള്ളും കെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതൊന്നും ചാടിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് കിടക്കാൻ പോയില്ല. ഇതേപോലെ തന്നെ കുറേ താഴത്തൊക്കെ കിളിക്കൂടി കിടക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും നല്ല സമയം വൈകിയായിരുന്നു, ഒരു 7:30 സമയമൊക്കെ ആയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.